ഇന്ന് ദിവസം 124. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: 2 സാമുവൽ അധ്യായം 5, 1 ദിനവൃത്താന്തം അധ്യായം 7, 8, സങ്കീർത്തനങ്ങൾ 27. 2 സാമുവൽ അധ്യായം 5. ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവ്. ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീയത്രേ ഇസ്രായേലിനെ നയിച്ചത്. എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. ഭരണമേൽക്കുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അവൻ 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ യൂദായെ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രായേലിനെയും യൂദയായെയും 33 വർഷവും. രാജാവും സൈന്യവും ജെറുസലേമിലേക്ക് ജെബൂസ്യർക്കെതിരെ പുറപ്പെട്ടു. ദാവീദിന് ഇവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവർ അവനോട് പറഞ്ഞു: നിനക്കിവിടെ കടക്കാനാവില്ല. നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. ദാവീദിൻ്റെ നഗരമെന്ന് അതറിയപ്പെടുന്നു. അന്ന് ദാവീദ് പറഞ്ഞു: ജെബൂസ്യരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപ്പാത്തിയിൽ കൂടെ കടന്നു ചെല്ലട്ടെ. ദാവീദ് വെറുക്കുന്ന മുടന്തരെയും കുരുടരെയും ആക്രമിക്കട്ടെ. അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന ചൊല്ലുണ്ടായി. ദാവീദ് കോട്ടയിൽ താമസമാക്കി. അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് നഗരത്തെ മില്ലോ മുതൽ ഉള്ളിലേക്ക് ചുറ്റും പടുത്തുയർത്തി. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ടൈർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. അവർ ദാവീദിന് കൊട്ടാരം പണിതു കൊടുത്തു. കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം തന്നിൽ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിന് വേണ്ടി തൻ്റെ രാജ്യത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു. ഹെബ്രോണിൽ നിന്ന് വന്നതിന് ശേഷം ദാവീദ് ജെറുസലേമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു. അവന് കൂടുതൽ പുത്രിപുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ജെറുസലേമിൽ വച്ച് അവന് ജനിച്ചവർ ഇവരാണ്: ഷമുവ, ഷൊബാബ്, നാദാൻ, സോളമൻ, ഇബ്ഹാർ, എലീഷുവ, നെഫഗ്, ജാഫിയ, എലീഷാമ, എലിയാദ, എലീഫലത്ത്. ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു. അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു: ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ദാവീദ് ബാൽപെരാസിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുൻപിൽ ചിതറിച്ചു എന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്ന് പേരുണ്ടായി. ഫിലിസ്ത്യർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ടുപോയി. ഫിലിസ്ത്യർ വീണ്ടും വന്ന് റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു: നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. വളഞ്ഞു ചെന്ന് ബൾസ വൃക്ഷങ്ങൾക്കെതിരെ വച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബൾസ വൃക്ഷങ്ങൾക്ക് മുകളിൽ അണിനീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ തകർത്ത് കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ തുരത്തി. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 7. ഇസ്സാക്കറിൻ്റെ സന്തതികൾ. ഇസ്സാക്കറിൻ്റെ പുത്രന്മാർ തോല, പൂവ, യാഷുബ്, ഷിമ്രോൻ എന്നീ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസ്സി, റഫയ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലയുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 25,600. ഉസ്സിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച
36,000 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇസ്സാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിൽ നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിലുണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഗർ, യദിയായേൽ എന്നീ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസ്സിയേൽ, യെറീമോത്ത്, ഊറീം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 25,034 പേർ. ബേഖറിൻ്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവോനായ്, ഓമ്രി, യെരേമോത്ത്, അബിയ, അനാത്തോത്ത്, ലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, യഹൂദ്, കെനാന, സേദാൻ, താർഷിഷ്, അഹിഷാഹർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹേറിൻ്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസിയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമയക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാക്കീറിൻ്റെയും അമ്മയാണ്. മാക്കീർ ഹുപ്പീമിനും ഷിപ്പീമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഖ. മാക്കീറിൻ്റെ 2ാമത്തെ പുത്രൻ സെലേഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാക്കീറിൻ്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരിഷ് എന്ന് പേരിട്ടു. അവൻ്റെ സഹോദരനായ ഷേരിഷിൻ്റെ പുത്രന്മാർ ഊലാം, റാഖയും. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാക്കീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രന്മാരാകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഹമ്മലേക്കത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹില. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കേം, ലിഖി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹത്ത്, എലയാദ, തഹത്ത്, താബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കിയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ത് ഹെറോണും ഉസൻ ഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, താഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലീഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബെതേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യ. മനാസയുടെ ദേശത്തിനകരെ ബെത്ഷയാൻ, തനാക്ക്, മെഗീദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിൻ്റെ സന്തതികൾ. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വി, ബെറിയ. അവരുടെ സഹോദരി സേരഹ്. ബെറിയയുടെ പുത്രന്മാർ ഹേബർ. ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഹ്ലത്ത്, ഷോമർ, ഹോദാം. അവരുടെ സഹോദരി ഷൂവ. യാഹ്ലക്കിൻ്റെ പുത്രന്മാർ പാസാക്ക്, ബിംഹാൽ, അശ്വത്ത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂദ, ആരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഹ്ഷ്, ആമാൽ. സോഫാഹിൻ്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേദറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു. സൈന്യത്തിൽ ചേർന്ന ഇവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 8. ബെഞ്ചമിൻ്റെ സന്തതികൾ. ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബേൽ, അഹാര, നോഹ, റാഹ. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്,
അബീഷുവ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഹൂഫാൻ, ഹൂറ. യഹൂദിൻ്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മഹനത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസ്സായുടെയും അഹിഹൂദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷീം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹറായിമിന് മൊവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദേശിൽ, യോബാബ്, സിബിയ, മെഷ, മൽക്കാം, യവൂസ്, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിൽ അവന് അബീത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്, ഓനെ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമദാണ്. അയ്യാലോൺ നിവാസികളുടെ കുടുംബത്തലവന്മാരായ ബെറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷഷാക്ക്, യെറേമോത്ത്, സെബദിയോ, ആരാദ്, ഏദർ, മിക്കായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായി, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിൻ്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിയേനായ്, സില്ലെത്തായ്, എലിയേൽ, അദായ, ബെറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷഷാക്കിൻ്റെ പുത്രന്മാർ. ഷംഷറായി, ഷഹറിയ, അത്താലിയ, യാറഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിൻ്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബയോൻ്റെ പിതാവായ യെയിയേൽ ഗിബയോണിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാക്ക, അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേഖർ, ഷിമയ പിതാവ് മിക്ലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവൂളിൻ്റെ കുടുംബം. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാബിൻ്റെ മകൻ മെരീബാൽ, മെരീബാലിൻ്റെ മകൻ മിഖ. മിഖയുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തരേയ, ആഹാസ്. ആഹാസിൻ്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിൻ്റെ പുത്രന്മാർ അസ്രിക്കാം, ബൊഖേറു, ഇസ്മയേൽ, ഷെയാറിയ, ഉബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവൻ്റെ സഹോദരനായ ഏഷ്യക്കിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലീഫെലേത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്. സങ്കീർത്തനങ്ങൾ 27. കർത്താവിൽ ആശ്രയം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്കുത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു.
അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ.